എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഔഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിയുടെ പരിചരണവും അതുപോലെ അതിൻ്റെ സ്റ്റെമ്പ് കട്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് പുതിയൊരു തൈ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരിതാണ് ഫംഗസ് അണുബാധ, അതുപോലെ ചീക്കൽ രോഗങ്ങൾ, അതുപോലെ ചിലവർക്ക് ഇത് പൂവുണ്ടാവുന്നില്ല, അതുപോലെ കായ് ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പാട് ഫോൺ കോളുകൾ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടി ഒരു വീഡിയോ ആയിട്ട് ഞാനിന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നമാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഒരു ചീക്കൽ രോഗങ്ങൾ. ഇതാ എൻ്റെ ഇവിടെ കുറവാണ്, ഇല്ല. ഇതാ ഈ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് കണ്ടുവരുന്നത്. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫംഗിസൈഡ് മാറി മാറി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം 15 ദിവസങ്ങൾ കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫംഗിസൈഡും അതുപോലെ എന്തേലും ഒരു ഇൻസെക്ടിസൈഡും കൂട്ടി മിക്സ് ചെയ്തിട്ട്, ഇതുപോലെ ഇപ്പം നമ്മുടെ ഫംഗസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ബ്ലേഡ് ഒരു കത്തി കൊണ്ട് നമുക്കിത് ചെത്തി കൊടുക്കുക. ചെത്തി കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ സാഫും അതിലെന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡും ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇവിടെ ചെത്തിയിട്ട് അവിടെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ടും എങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും പിന്നീട് നമുക്കിത് കൂടുതലായിട്ട് ചിലവർക്കൊക്കെ കൂടുതലായിട്ട് കൃഷി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സങ്കടം വരും. കാരണം കൂടുതലായിട്ടും ഇതിങ്ങനെ ഫംഗസ്, എനിക്ക് ഒരുപാട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള നമുക്ക് ആദ്യം ഒരു ഫംഗിസൈഡ്, അതായത് നമ്മൾ സാഫ് തന്നെ സ്ഥിരമായിട്ട് കൊടുക്കാൻ പാടില്ല. സാഫ് മോശം ഫംഗിസൈഡല്ല. സാഫ് നമുക്ക് അതായത് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് സാഫ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നുകിൽ ബ്ലിറ്റോക്സ് നമ്മുടെ ടാറ്റയുടെ, അല്ലെങ്കിൽ ടാറ്റയുടെ മാസ്റ്റർ, അല്ലെങ്കിൽ നമുക്ക് നാറ്റിവോ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്കിന്ന് വിപണിയിൽ, അതായത് നമുക്ക് പിന്നെ വളക്കടയിലോ അല്ലെങ്കിൽ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമുക്ക് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് നല്ല നല്ല ഫംഗിസൈഡുകൾ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഫംഗിസൈഡ് നമ്മൾ കുറച്ച് ഡോസ് കൂട്ടിയും കുറച്ച് ഡോസ് കുറച്ചും നമുക്ക് 15 ദിവസം ഇടവിട്ടിട്ട് നമുക്ക് ഇത് കൊടുക്കണം. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് എത്ര ഫംഗസ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ ആ തൈ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവില്ല. നമുക്ക് ഏകദേശം കുരുമുളകൊക്കെ നമുക്ക് മനസ്സിലാവും. കുരുമുളകിനൊക്കെ നമുക്ക് ദ്രുതവാട്ടം വന്നു കഴിഞ്ഞാൽ ആ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അതുപോലെയല്ല, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ഒരു സ്റ്റെമ്പിന് അങ്ങനെ നമുക്ക് ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ചെത്തി നമുക്ക് അതിനെ ക്ലിയർ ആക്കാൻ പറ്റും. നമുക്ക് ആ ഒരു അസുഖം നമുക്ക് തരണം ചെയ്ത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചിലവർക്കൊക്കെ പേടിയാണ്, കാരണം അത് തൈ പൂർണ്ണമായിട്ട് ഉണങ്ങിപ്പോകുക. ഒരിക്കലും ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി പൂർണ്ണമായിട്ട് ഫംഗസ് അണുബാധ വന്നു കഴിഞ്ഞിട്ട് ഉണങ്ങിപ്പോകില്ല. പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതിന് ഫംഗിസൈഡ് അടിക്കണം. നമ്മൾ പൂർണ്ണമായിട്ട് പിന്നെ നമ്മുടെ ചെടിയിൽ നിന്ന് ഫംഗസ് അണുബാധ പോയതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം, നമ്മൾ സാഫ് പോലുള്ള ഫംഗിസൈഡ്, ഒരസുഖവും ഇല്ലെങ്കിലും നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും സാഫ് പോലുള്ള ഫംഗിസൈഡ്, ഏറ്റവും നല്ലത് അതിന് സാഫാണ്. സാഫ് ഫംഗിസൈഡും അതുപോലെ എക്കാലക്സോ അതുപോലെ എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡും ചേർത്തിട്ട് നമ്മൾ അതിന് അടിച്ചു കൊടുക്കണം. അതുപോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഫംഗസ് ഉള്ള ഭാഗങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ അത് ചെത്തിയിട്ട് അല്ലെങ്കിൽ ആ സ്റ്റെമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടും നമ്മൾ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫംഗിസൈഡ് അടിക്കുന്ന വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കൽ ബ്ലിറ്റോക്സ് ആണ്. നമ്മുടെ ടാറ്റയുടെ ബ്ലിറ്റോക്സും എക്കാലക്സും കൂട്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫംഗൽ രോഗങ്ങൾ പൂർണ്ണമായി മാറിയതിന് ശേഷം പിന്നീട് ഫംഗൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാഫ് ഉപയോഗിക്കാൻ പറയുന്നത്. അതിലും എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് അറിയേണ്ട ഒരു കാര്യം എന്താണ് ഇതിനൊരു വളപ്രയോഗം എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ള കൃഷിക്ക് ചെയ്യും പോലെ, അതുപോലെ നമ്മുടെ മാവിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ പ്ലാവിൻ്റെ തൈക്കോ ചെയ്യുമ്പോഴേ നമുക്ക് അമിതമായിട്ടുള്ള വളപ്രയോഗം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ചെയ്യാനില്ല. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് ചെയ്യാനുള്ള ഇത് ജൈവവളം മാത്രമേ ഉള്ളൂ. നമ്മൾ ജൈവവളം കൊടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് പൂവും കായും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യം നടുമ്പോഴേ തന്നെ നമ്മൾ മണ്ണ് നമ്മൾ ലെവലാക്കേണ്ടതുണ്ട്. അതായത് നമ്മളൊരു പോട്ടിങ് നിറക്കുമ്പോൾ നമ്മൾ ഡ്രമ്മിലോ ചട്ടിയിലോ ആണ് ചെയ്യുന്നതെങ്കിലും നിലത്തായാലും നമ്മളൊരു മണ്ണൊരുക്കേണ്ട
നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഞാൻ അതിൻ്റെ മണ്ണൊരുക്കേണ്ട വീഡിയോയും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ റോയൽ ഗാർഡൻ എന്നതിൻ്റെ ചാനലുണ്ട്. ഞാനതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് വളപ്രയോഗം എങ്ങനെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷിക്ക് നമുക്ക് പിന്നെ ഫ്ലവർ ഉണ്ടാകുന്നതും കായ് ഉണ്ടാകുന്നതും നമുക്ക് ഏകദേശം പുതുമഴയ്ക്ക് ശേഷമാണ് മൊട്ടുണ്ടാകുക. അത് ഏകദേശം നമുക്ക് ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് വരെ നമുക്കതിൻ്റെ പഴങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. 4 പ്രാവശ്യമോ 5 ടൈമോ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം അതിൻ്റെ കളകളൊക്കെ പറിച്ച് നീക്കിയതിന് ശേഷം നമുക്കിതിന് കളക്കാനോ മാതാനോ ഒന്നും നിൽക്കരുത്. കാരണം ഇതിൻ്റെ വേരുകളൊക്കെ മുകളിലാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും ഉണ്ടാക്കും, കുറച്ച് എന്തെങ്കിലും ചകിരി കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് മുകളിലിട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് പിന്നീട് നമുക്ക് വേനൽക്കാലങ്ങളിൽ നമുക്ക് നന കുറച്ച് മതി, ആഴ്ചയിൽ 1-2 നന മതി. അതിൽ ഒരു നന നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് പച്ചച്ചാണകവും കടലപ്പിണ്ണാക്കും അതുപോലെ വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് പുളിപ്പിച്ചിട്ട് സ്ലറി രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഒരു നന, അതായത് 10 ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ഒരു നനയായിട്ട് അങ്ങനെയും കൊടുത്താൽ മതി. നമുക്കിഷ്ടം പോലെ നമുക്ക് പഴങ്ങൾ, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് ചെടിയിൽ ഉണ്ടാവും. അതുപോലെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കൂടെ നമുക്ക് നവംബർ ഏകദേശം പകുതിയായി, ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ വർഷം നല്ല രീതിയിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടായതാണ്. ഇതിപ്പം ലാസ്റ്റ് പഴമാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഇത് നവംബർ പകുതി നമുക്ക് ലാസ്റ്റ് ഒരു പഴവും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വർഷം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് കായ്ക്കാനില്ല. ഇനി അടുത്ത വർഷത്തേക്ക് മാത്രമേ നമുക്കിനി ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാവുകയുള്ളൂ. ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കട്ട് ചെയ്ത് നോക്കുകയാണ്. ഇതാ കണ്ട, നമ്മൾ ജൈവവളത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സാണ്. ഈ ജൈവവളത്തിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. നമുക്ക് മധുരം കൂടുതലായിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് അനുഭവപ്പെടുന്നതാണ്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല, നല്ല മധുരമാണ് നമ്മുടെ ഈ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. ഏതായാലും ഇതൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ എല്ലാ സമയത്തും കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതാണ്. നല്ല മധുരം തന്നെയാണ്. ലാസ്റ്റത്തെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയാലും നമുക്ക് നല്ല മധുരത്തോട് കൂടിയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കമ്പ് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഇത് നമ്മൾ കണ്ടില്ല, ഈ ഒരു പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു ഇത് മുതൽ ഈ ഒരു പോർഷൻ വരെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ മുകുളങ്ങൾ പൊട്ടി വന്നോളൂ. നമ്മൾ ഈ നവംബർ മാസം ഫ്രൂട്ട്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരടി നീളത്തിൽ, ഇതിപ്പം നമുക്ക് 2 തൈ ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ 2 തൈയായിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ മുറിപ്പാട്, അതായത് ചെത്തി കൊടുക്കുക. ഇതാ ഇതുപോലെ നമ്മൾ ചെത്തി കൊടുക്കുക. ഇതുപോലെ ചെത്തി കൊടുത്ത് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ചെത്തി വെച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം, ഇതുപോലെ സാഫ് ഫംഗിസൈഡ് നമ്മൾ കുറച്ച് ഒരു 3 ഗ്രാമോ 5 ഗ്രാമോ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിത് 2 സ്റ്റെമ്പ് മാത്രമായതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര സ്റ്റെമ്പ് വേണം അതിന് കണക്കായിട്ടൊരു പാത്രത്തിൽ നമ്മൾ ഇതുപോലെ സാഫ് നമ്മൾ കലക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഈ മുറിപ്പാട് നമ്മളിതുപോലെ നമ്മൾ വെക്കുക. ഇതൊരു ഫംഗസ് അണുബാധ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, 2 ദിവസത്തേക്ക് നമ്മളിത് നടാൻ പാടില്ല. നമ്മളിത് കരക്ക് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തണലുള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മണ്ണിലേക്ക് നമ്മൾ ഈ ഒരു ഭാഗം താഴുന്ന ഇത്ര ഭാഗം ഈ മുറിപ്പാട് മാത്രം താകുന്ന രീതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചുമരിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഡ്രമ്മിൽ കൃഷി ചെയ്തിട്ട് ഡ്രമ്മിലോ നമ്മളിങ്ങനെ കുത്തി വെറുതെ അങ്ങ് വെച്ചാൽ മതി. നമുക്ക് ഏകദേശം ഒരു 20-25 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഏതെങ്കിലും ഒരു ബെഡിൻ്റെ എടുക്കുന്ന നമ്മൾ മുകുളങ്ങൾ പൊട്ടി വരുന്നതാണ്. ഒരു മുകുളങ്ങൾ മാത്രം നിലനിർത്തുക, ബാക്കി മുകുളങ്ങൾ 2-3 വരുന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വിടുക. ഇങ്ങനെയാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കേണ്ടത്.
അപ്പം ഇത്രയുമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.